ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദീപാവലി റെസിപ്പീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മിനി ജാംഗ്രിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്ന് 100 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ കുതിർത്ത് വെക്കണം. പിന്നെ നമുക്ക് വീണ്ടും അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ഉഴുന്നിന് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമുക്കത് ഒരു അരക്കമ്പി പാകം വരെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതിലേക്ക് ഞാൻ 1 പിഞ്ച് സാഫ്രോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുങ്കുമപ്പൂവ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കുറച്ച് സാഫ്രോണും മാത്രമാണ് കളറായിട്ട് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ള്. അപ്പം അതും കൂടെ ഇതിലിട്ട് തിളപ്പിക്കുക. നിങ്ങൾക്ക് ഫുഡ് കളർ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ. ഇപ്പോൾ ഇത് നല്ലപോലെ സ്റ്റിക്കി ആയിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് തിളപ്പിക്കണം. അതായത് 1 കമ്പി പാകമല്ല, അതിന് മുമ്പത്തെ പാകത്തിൽ അത് സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ അരക്കമ്പി പാകം എന്ന് പറയാം. അപ്പോൾ തൊട്ടാൽ തന്നെ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലായിരിക്കണം ഷുഗർ സിറപ്പ്. അപ്പോൾ അതിന് ആ പാകം എത്തുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതിലേക്ക് 1 നുള്ള് പച്ചക്കർപ്പൂരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഏലക്ക പൊടിച്ചതോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഉഴുന്ന് നല്ലപോലെ അരച്ചെടുക്കണം നൈസായിട്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരച്ചെടുക്കുന്ന ആ പാകത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡറിലോ മിക്സിയുടെ ജാറിലോ ഏതിൽ വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ. ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യാത്തതുകൊണ്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാംഗ്രിക്കുള്ള മാവ് റെഡിയാവും. ഇപ്പോൾ ഇതുപോലെ നല്ലപോലെ ഫ്ലഫി ആയിട്ടുള്ള മാവ്. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം തന്നെ നമ്മൾ ആദ്യമേ തന്നെ പച്ചരി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അരയ്ക്കുമ്പോൾ. ഇപ്പോൾ ഇതുപോലെ ഒരു പാൽ കവർ നല്ലപോലെ കഴുകി തുടച്ചിട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ ഉഴുന്ന മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ, ഈ പാൽ കവറിന് പകരം വേറെ പൈപ്പിംഗ് ബാഗോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ കവറിലിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഹോള് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുത്താൽ നമ്മുടെ ഇത് മാവ് പിഴിയാനുള്ള ഇതും റെഡിയാവും. ഇപ്പോൾ ഞാൻ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ണിയപ്പം പാനിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ചൂടാവാൻ പാടില്ല എണ്ണ. മീഡിയം ഹോട്ട് ഓയിൽ ആയിരിക്കണം. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇത് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഉണ്ണിയപ്പം പാനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ആ അളവിൽ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫ്രൈയിങ് പാനാണ് ശരിക്ക് ഇതിന് ജാംഗ്രി ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ നീങ്ങി പോകുമ്പോൾ ബിഗിനേഴ്സിന് നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അതിന് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലുണ്ടാക്കി കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ചീനിച്ചട്ടിയോ അങ്ങനെയുള്ളതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യണം. ഒരുപാട് ചൂടാവാൻ പാടില്ല എണ്ണ. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പിഴിയുമ്പോൾ തന്നെ അത് വിട്ട് പോകും. അപ്പോൾ നല്ല ഗോൾഡൻ കളറായി നല്ലപോലെ ക്രിസ്പായി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഉഴുന്നിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ അതും കൂടെ നല്ലപോലെ ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ക്രിസ്പിയായി വരുന്നവരെ നമുക്കത് ഗോൾഡൻ കളറായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാച്ച് ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ആ ഷുഗർ സിറപ്പിൽ തന്നെ ആ ജാംഗ്രി അതിൽ തന്നെ ഇരിക്കുന്നതാണ്
നല്ലത്. അപ്പോൾ നല്ലപോലെ ഷുഗറൊക്കെ അതിലേക്ക് നല്ലപോലെ പറ്റുകയും ചെയ്യും. നമ്മൾ അതേപോലെ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഷുഗർ സിറപ്പ് കുറച്ച് ചൂടുണ്ടാവണം, എന്നാലേ അതിലേക്കുള്ള വേഗം ഷുഗറൊക്കെ അതിലേക്ക് വേഗം അബ്സോർബ് ആവുകയുള്ളൂ. അപ്പോൾ തണുത്ത ഷുഗർ സിറപ്പിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കുറച്ച് ചൂടുള്ള ഷുഗർ സിറപ്പിൽ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്ത ജാഗരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അടുത്ത ബാച്ചും ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് റെഡിയാകുമ്പോൾ മറ്റേത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിനി ജാഗരി റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.